ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്. ജോസേ 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നുവെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറിയും കൂടെ വാങ്ങിക്കല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. വണ്ടി വർഷാപ്പില്ല. താൻ വണ്ടി എടുക്കണ്ട, എന്റെ ഇഷ്ടാ. ജോസേ ഞാനിപ്പോ വരാട്ടോ. സാർ $20, $22, $23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് ₹1 എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ, ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില തീരുമാനിക്കണം. ഈ കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതൂടെ വെച്ചോ. അല്ല ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞ. അത് തന്നെ ഞാനും പറയണേ. ആവൂ, എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ. ശരിക്കും അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പടാ. സമ്മതിക്കണം ചങ്ങായി. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2-3 മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനെയും വേണ? ഉപ്പോ? ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ട് നാരങ്ങ ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ? ഓഹോ, നേരത്തെ ചോദിച്ചല്ലോ. ചോദിക്കണായിരിക്കും. വേണ്ടി വരും. അപ്പൊ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളം അറിയാം നിനക്ക് കന്നാലി. ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ വേണ്ട ജേഷ്ണ, താനൊന്നും മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണും കേൾക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നാലും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങളും നമുക്ക് വേണ്ട. നീ ഞാൻ കുടിച്ചോ? ഐസുള്ള നാരങ്ങളും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണമല്ലോ. വാടാ പോവാ. എങ്ങട്ടാ ഇത്? നിങ്ങൾ വരുന്ന ഞാനല്ലേ വിളിക്കണേ. വിട്ടോ. നീയാ വന്നേ. ഓട്ടോ നിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് ഓരോ ഫ്രഷ് ലൈം അടിച്ചിട്ടിങ് ഇറങ്ങാം. പോരാട്ടോ. വാ. അതെ, കയ്യെന്ന് വിടറാ. വാ. ഹലോ. ആരുമില്ല. ഭാഗ്യായി, അറിയണവരാരുമില്ല. നമ്മുടെ സ്ഥലക്കാര് ചില ചെക്കന്മാര് ഇടയ്ക്ക് ഇവിടൊക്കെ ഒന്ന് കയറാറുണ്ടേ. ചിലവനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരാരും കണ്ടാലിപ്പോ എന്താ? കണ്ടാ തീർന്നില്ലേ? പോയില്ലേ മാനം? എങ്ങനെ ഈ മാനം പോണേ? താനിത് എന്തിട്ട് വർത്താനേ പറയണേ? ഓരോ ഫ്രഷ് ലൈം കുടിച്ചാ മാനം പോവോ? അതെ, ഐസ് ഉണ്ടോ? എന്തിനാണോ മണ്ട തണുപ്പിക്കാനാ? ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2 ഫ്രഷ് ലൈം ഐസ് ഇട്ട്, സോഡ ഒഴിക്കാതെ 2, പഞ്ചസാര ഇടണ്ട, ഉപ്പ്. അതെ, ഓരോ നാരങ്ങ വീതം പിഴിഞ്ഞോളൂ. നമുക്കൊന്ന് സൂഹിക്കണ്ടോ?
സൂയിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ സൂയിക്ക. ആ, അത് താൻ പറഞ്ഞ നേരാടോ. സുഖിക്കാന്ന് പറഞ്ഞാ പിന്നങ്ങ് സുഖാവണം അല്ലേ? ആ, നമുക്ക് ഒരു ബീറ കാച്ചിയാലോ? ഈ ഉഷ്ണത്ത് നേര് പറഞ്ഞാ കഴിക്കേണ്ടത് ഒരു ബീറ. അത് നേരെ തന്നെ. പക്ഷേ ഇപ്പോ ഇവിടെ ഹാ. അല്ല ഡേവിഡേട്ടാ, കിങ് ഫിഷർ ഉണ്ടാ ചിൽഡ്? ഉണ്ടല്ലോ. 2 ബിയറ്. ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. തുടങ്ങിക്കാട്ടെ. ആ, യെസ്. അല്ല ജയകൃഷ്ണ, അപ്പോ താൻ കഴിക്കുമല്ലേ? ഏയ്, വല്ലപ്പോഴും ഇതുപോലെ. ഏ? എന്താ? താൻ പിന്നെ ലാൻഡ് ചെയ്തോ? ഏ, ഇതാ. ഇത് ദാ, ഇത് നമ്മുടെ ജേക്കബ്. ഹലോ. ഇത് നമ്മുടെ ഉണ്ണിമാഷ്. ആ. ഇത് നമ്മുടെ ബാബു. ഇത് ഈനാശോ. ഒരു 5-6 ബിയറിങ് എടുക്കടോ ശബി. നോക്കിക്കാണ്ട്. നീ കഴിക്കേ? കഴിക്കടാ. കുറഞ്ഞുവിട്ടാ. ആ, എന്തൊക്കെയുണ്ട്? എന്താവാൻ, ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. ദേ, ഇങ്ങ വന്നേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്താ സഞ്ചിയാ? അതില് ഇതെന്താ പടവിലൊക്കെ? ചീര. ഇത് പിന്നെ ആട്ടിന്റെ തലയുണ്ട്. അവരിപ്പോ കാണിച്ചത് കഷ്ടപ്പെട്ട് വാങ്ങിയത്. കാര്യം കാണിക്കാൻ പറ്റാത്ത അവിടെ ഇരിക്കട്ടെ. ദാ, ഇത് ബാബു. ഇവന്റെ 3 ബസ്സുകള് നമ്മുടെ ആ റൂട്ടിൽ ഓടുന്നുണ്ട്. ദേവമാതാ. ആ, അതിന്റെ ഓണറാവൻ. മൊത്തം 17 വണ്ടിയുണ്ട് ചങ്കുന്റെ ഫാമിലി വകയായിട്ട്. ദാ ബാബു, ഇത് ഋഷി. ഇവിടെ ഇലക്ട്രിക്കൽ ബിസിനസ്സാ. ഇലക്ട്രിക്കൽ ബിസിനസ്സോ? അതെന്തോട്ട് ബിസിനസ്സാ? എവിടെ? ഇവിടെ അങ്ങാടിയില് ദേവി ഇലക്ട്രിക്കൽസ്. ദേവി ഇലക്ട്രിക്കൽസോ? ദേവിക്ക് ഇലക്ട്രിസിറ്റിയോ? അതെ, നമ്മടെ കുട്ടിയാ. നമ്മടെ വീട്ടിന്റെ അടുത്തുള്ള. നീയെ വിട്ടേ അവനെ. ആ, വിട്ടു. എങ്കിയപ്പ എന്നതിനുള്ള നേരങ്ങളെ അവനെ അങ്ങോട്ട് പൂശ. ആ, കഴിഞ്ഞ നാളെ താൻ എങ്ങനെയാ മുങ്ങിയേ? അത് പറഞ്ഞ അത് തന്നെ ഉണ്ട് ഒരു കഥ. ഏ, She's a rich girl, she don't try to hide it. Diamonds on the soles of her shoes. He's a poor boy, empty as a pocket, empty as a pocket with nothing to lose. Sing ta-na-na, ta-na-na, she got diamonds on the soles of her shoes. Ta-na-na, ta-na-na, she got diamonds on the soles of her shoes. Diamonds on the soles of her shoes. Diamonds on the soles of the shoe. Diamonds on the soles of the shoe. Diamonds on the soles of the shoe. ജേഷ, ജേഷ, നമ്മള് ആ നാരങ്ങ കുടിച്ചിട്ടില്ല. അതിന് ബില്ല് പേ ചെയ്യാൻ പാടില്ല.
പറ്റില്ല. ഇരിയടോ ഇവിടെ. കുടിച്ചിട്ടില്ല. അപ്പൊ തങ്ങളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴും തങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ്? പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഇന്നിവന്റെ ആ ഒരു കെട്ടിമാറാപ്പങ്ങ അവസാനിപ്പിച്ചു കൊടുത്തൂടെ? പിന്നെന്താ, ഏ? ഞാൻ ഇപ്പൊ തന്നെ അതിനായിട്ട് പോവായി. എത്തിച്ചാ മതി. പോരാം. നമ്മുടെ കയ്യിലൊരു ഓട്ടം ഉണ്ടായിരുന്നേ. എവിടെട്ടാ വരാട്ടാ. ഓ, ഗുഡ് നൈറ്റ്. ഓക്കെ. She said you're taking me for granted. ഒരു ഓട്ടോറിക്ഷ. മറ്റേതിന്റെ കൊട്ടല വിളി പോവേ. എന്തായാലും തൊയിരം തരില്ലല്ലോ ഷാബി. എന്തൊട്ട് വാളാ ചങ്ങായി ഇത്. മതീന്ന് മതി. നമ്മളാ നാരങ്ങാളത്തിന്റെ കാശ് കൊടുത്തില്ല. നീ നിർത്തി പട്ടിച്ച് മോ